ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു റീനീസ് വേൾഡ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നേരെ അതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കട്ടോ. ഒരുപാട് സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട കേട്ടോ. ഒരു ജാഗിരി ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരാൾക്ക് 2-3 ആൾക്ക് കഴിക്കാനുള്ള പെട്ടെന്ന് സ്വീറ്റ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ജാഗിരി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു ശർക്കര എടുക്കുന്നുള്ളൂ, കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ശർക്കര കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ ഒരു ഫ്രൈ പാനിൽ കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ഓയിലാണെന്നുണ്ടെങ്കിൽ ഓയിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിലിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഗോതമ്പ് പൊടി നന്നായിട്ട് ആ ഓയിലുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സ് ചെയ്യുന്ന സമയത്ത് ഓയിലിൻ്റെ കുറവ് അല്ലെങ്കിൽ നെയ്യിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഓയിലും നെയ്യ് ആഡ് ചെയ്യട്ടോ. അപ്പം അതേ സമയത്ത് ഇവിടെ ശർക്കര എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആ മെൽറ്റായ സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഗോതമ്പിൻ്റെ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനൊരു ആവുന്ന സമയത്ത് നമുക്ക് ഒരു പിടി തേങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതൊന്ന് നന്നായി തിക്കായി വരുന്ന സമയത്താണ് കേട്ടോ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ അല്ലെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. തേങ്ങ അളവ് നമുക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു പിടി തേങ്ങകളും ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഈ ഒരു ഫ്രൈ പാനിൽ നിന്ന് വിട്ട് കിട്ടുന്നവരെ ഒന്ന് ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാവർക്കും തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് ചൂടാറിയിട്ട് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് പീസാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.